സായി ഗ്രാമത്തിലെ ഓട്ടിസം സ്കൂളിന്റെയും വിദ്യാമന്ദിറിന്റെയും വാർഷികാഘോഷം സംഘടിപ്പിച്ചു. SC/ST വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് IAS ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ, അവരുടെ പാരൻസ്, അവരെ നോക്കുന്ന ടീച്ചർമാരും ഇവർക്ക് ഈ ഒരു ആനിവേഴ്സറി ആഘോഷത്തോടൊപ്പം അവരെയൊക്കെ അംഗീകരിക്കുകയും കൂടെ ചെയ്യുകയാണ്. അപ്പം അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സായി ഗ്രാമത്തിൻ്റെ എന്താ പറയുക, മടിത്തട്ടിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഇനിയും ഒട്ടനവധി പ്രോജക്റ്റുകൾ ഉണ്ടാവട്ടെ. അത് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഓട്ടിസം മേഖലയിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഞാനും പേഴ്സണലി വിശ്വസിക്കുന്നതാണ്. പല പാരൻസും അവരുടെ ഒരു കൺസേൺ, അവരുടെ ഏറ്റവും ഉള്ളിലുള്ള ഒരു വിഷമം തീർച്ചയായിട്ടും ഇവിടെയും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളിടത്തും പങ്കുവച്ചിട്ടുണ്ടാവുന്ന കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് ശേഷം എന്തായിരിക്കും എന്നുള്ളൊരു വിഷമം എല്ലാവരും പറയാറുണ്ട്. എപ്പോഴും ഇത്തരം ചടങ്ങുകളിൽ ചെല്ലുമ്പോഴൊക്കെ അവിടെ നിന്ന് കേൾക്കുന്ന ഒരു വിഷയമാണ്. ഇതിനിപ്പോഴും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് നമ്മൾ മനസ്സ് വെച്ചാൽ ശരിക്കും അതിനൊരു പരിഹാരം ആവും. അത് സാധിക്കാത്തതൊന്നുമല്ല. നമുക്ക് നാഷണൽ ട്രസ്റ്റ് ആക്ട് ഉണ്ടായിരുന്ന, അത് ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ നാഷണൽ ട്രസ്റ്റ് ആക്ട് നടപ്പിലാക്കുന്നതിൻ്റെ രീതിയിലൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നുപോയി. പക്ഷേ ആ ട്രസ്റ്റ് ആക്ട് പ്രകാരം അതിനകത്ത് ചെറിയ വഴികളും മാർഗങ്ങളും ഉണ്ട്. അതുവഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ ഇപ്പം നമ്മൾ ഓൾഡ് ഏജ് ഹോമുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ യാഥാർത്ഥ്യമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് അംഗീകരിക്കുന്നുണ്ട്. അതിനകത്തൊരു കമേഴ്ഷ്യൽ വയബിലിറ്റിയും കാണുന്നുണ്ട് ആൾക്കാർ. കാരണം അതിനുള്ള ചെലവാക്കാൻ ശേഷിയുള്ളവർക്ക് അത് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിൽ, ഓട്ടിസം മേഖലയിൽ ഇപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അവിടെ പണമല്ല സത്യത്തിൽ പ്രശ്നം, സാമ്പത്തികമല്ല പ്രശ്നം. അവിടെ ഒരു മനസ്സാണ് ഇല്ലാതെ പോകുന്നത്. അത് വേണമെന്ന് വെച്ചിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ചെയ്യാൻ ശേഷിയുള്ള, അതിനുള്ള മനസ്സുള്ള, അതേസമയം ഒരു തരത്തിലും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശ്രീ ആനന്ദ്കുമാറാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് സാധിക്കാൻ പറ്റും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം അത് നടക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള കുറേ കുട്ടികളുടെയും അവരുടെ അച്ഛനമ്മമാരുടെയും വലിയൊരു പ്രാർത്ഥനയുടെ ഒരു എന്താ പറയുക, ഫലവും കൂടെ ആയിട്ടത് മാറും. കാരണം ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാൻ, അവിടെ കെയർ ഗിവേഴ്സിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, വളർന്ന് വലുതായ കുട്ടികളായിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ അവർക്കുള്ള ഒരു സൗകര്യം തയ്യാറാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ എത്രയോ പേര് അതിൽ സഹകരിക്കാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വരും എന്നും കൂടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റിസ് ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സായി ഗ്രാമസ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KN അനന്തകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. ഗോപകുമാരൻ നായർ, അബ്ദുൾ സഫീർ, ജയകുമാർ, സുരേഷ് ഗോപിനാഥ്, പള്ളിപ്പുറം ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ.